ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിന്റെ 7 അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്. അവര് AKG സെന്ററിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ്. ലോണ് കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? പൂർണ്ണമായിട്ടും അതിദരിദ്രരില്ലാത്തൊരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ പരിവപ്പെട്ടു മാറിയിരിക്കുന്നു എന്ന് ഒരു നിലപാടെടുക്കണം. എന്താണ് BJPയുടെ നിലപാട്? അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്ന പ്രഖ്യാപനത്തെ, സർക്കാരിന്റെ പ്രഖ്യാപനത്തെ BJP എങ്ങനെ കാണുന്നു, എങ്ങനെ വിലയിരുത്തുന്നു? ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ അതിദാരിദ്ര്യ സമ്മേളനത്തിൽ കേരളം ഒരു അത്ഭുതമാണ്. അത് ശരിയാ, കേരളം ഒരു അത്ഭുതം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന ഒരു അത്ഭുതമാണ്, സ്വർണ്ണത്തെ ചെമ്പാക്കുന്ന അത്ഭുതമാണ്. 2024 5.92 ലക്ഷം കുടുംബങ്ങളെ ഒരൊറ്റ വർഷം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഗിന്നീസ് റെക്കോർഡ് കൊടുക്കണം പിണറായി വിജയൻ. 4.5 ലക്ഷം കുടുംബങ്ങൾക്ക് കിട്ടുന്ന മഞ്ഞ കാർഡ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിർത്തലാക്കപ്പെട്ടു. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അതിദാരിദ്ര്യം ഇല്ലാതാകുമ്പോ അതിദാരിദ്ര്യമൊക്കെ കൊടുക്കുന്ന മഞ്ഞക്കാട് അരി ഇല്ലാതാവും. കേന്ദ്രം കൊടുക്കില്ല, കാരണം ആ അരി എടുത്ത് വേറെ സംസ്ഥാനത്ത് കൊടുക്കും. ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഇവരൊക്കെ കരുതുന്നതാണ് യൂണിയൻ ഗവൺമെന്റിന്റെ കാശെന്ന് വെച്ചാൽ ഇന്ത്യയിലെ RSSന്റെ സർസംഘചാലകന്റെ തറവാട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുതുമുത്തശ്ശന്മാർ മുത്തശ്ശിമാർ കണ്ടെത്തി കൊടുത്ത കാശാണോ? അതിൽ നിന്ന് കേരളത്തിന് അവകാശമുള്ള പണം തരില്ല എന്ന് പറയാൻ ഏത് BJPക്കാരന് എന്ത് അവകാശം? RSSന്റെ നല്ല ദംഷ്ടം നിറഞ്ഞു നിൽക്കുന്ന ഭീഷണി കണ്ടിട്ട് ഒരു കുലുക്കവും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാർക്കെന്ന് മാത്രമല്ല മതനിരപേക്ഷവാദികളായിട്ടുള്ള മലയാളികൾക്ക്. ദംഷ്ട നിറഞ്ഞ ഭീഷണിയുടെ മുമ്പിൽ വഴങ്ങിയിട്ടില്ലാത്ത മലയാളിയോട് ചിരിച്ചുകൊണ്ടുള്ള ഭീഷണി പറഞ്ഞാൽ അതൊന്നും ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിക്കത്തേ ഉള്ളൂ. CPMന്റെ ഇവിടുത്തെ പ്രതിനിധി 1.5 മാസം മുമ്പ് പറഞ്ഞത് PM ശ്രീ പദ്ധതി RSSന്റെ അങ്ങ് തറവാട്ടിലെ ഉത്തരത്തിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ മതി. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഇപ്പോൾ RSSന്റെ തറവാട്ടിലെ ഉത്തരത്തിന്റെ മുകളിൽ പോയി ശിവൻകുട്ടി എന്ന് പറയുന്ന കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, ഈ CPM പ്രതിനിധിയുടെ നേതാവ് അവിടെ ഒച്ചാനിച്ച് നിന്നിട്ടാണോ മേടിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉത്തരത്തിൽ നിന്ന് എടുത്തിട്ട് വന്നു. എന്നിട്ട് ചോദിച്ചിട്ട് ഇപ്പോ അങ്ങ് RSSന്റെ തറവാട്ടി വെച്ചാൽ മതി എന്നൊക്കെ വ്യാഖ്യാനിച്ച ഈ പ്രതിനിധി, അത് ആ പ്രതിനിധിയുടെ നേതാവ് പറഞ്ഞത് NEP ദേശീയ വിദ്യാഭ്യാസ പദ്ധതിക്ക് എന്താ കുഴപ്പം? സന്തോഷായി, നല്ല സന്തോഷായി. അതല്ലാതെ ഒരു സംസ്ഥാനത്തെ ഇത്ര ആളുകൾ നികുതി കൊടുത്തു, അതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ തരണം എന്ന് പറയുന്നത് ഒന്നുകിൽ വിവരമില്ലായ്മ. കാരണം ഇന്ത്യ ഭരിക്കാനോ ഇന്ത്യ ഗേറ്റിന്റെ 7 അയലോക്കത്ത് നിൽക്കാനോ യോഗ്യതയില്ലാത്ത പാർട്ടിയുടെ ആളുകളാണ് ഈ വാദങ്ങളൊക്കെ പറയുന്നത്. അവര് AKG സെന്ററിന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ടാണ് കേന്ദ്ര ഫണ്ട് എന്നവർ ധരിക്കുന്നതാണ്. അല്ലെങ്കിൽ അമ്മായി അച്ഛനും മരുമോനും കൂടി സംഘടിപ്പിക്കുന്നതാണ് ഈ കേന്ദ്ര ഫണ്ട് എന്നൊക്കെ ധരിക്കുന്നത് കൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അതിനും പറയുന്നുണ്ട് RSSന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട. പണ്ട് തിരുവനന്തപുരത്തിലെ വിമാനത്താവളത്തിന് വില ചോദിച്ച ചങ്ങാതിയാണ് ഇയാള്. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. 5338 കുടുംബങ്ങൾ, ഇവിടുത്തെ കടലോര പ്രദേശത്തെ 5338 കുടുംബങ്ങൾക്ക് 2450 കോടി രൂപയുടെ വികസന പ്രവർത്തനം ചെയ്തു എന്നാണ്. അത് കുറച്ച് കൂടുതലല്ലേ സാർ? അപ്പൊ 2450 കോടി 5358 കുടുംബങ്ങൾക്ക് കൊടുത്താൽ ഒരു കുടുംബത്തിന് 45 ലക്ഷം കിട്ടണം. എന്താണ് തീരദേശത്തെ ജനങ്ങളുടെ അവസ്ഥ എന്ന് എല്ലാവർക്കും അറിയാം. എന്റെ ഈശ്വര, ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. പിന്നെ ഇന്നത്തെ MP രാജേഷിന്റെ, ഞാൻ വിഷയത്തിലേക്ക് വരാം, ബാക്കി കാര്യമൊക്കെ പോട്ടെ, അതൊക്കെ ഈ വിവരമില്ലാത്ത ഏർപ്പാടിൽ പരിഹസിച്ചു പറയുന്നവരുടെ ആ ഗണത്തിൽ ഞാൻ അങ്ങ് തള്ളിക്കളയാണ്. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.